ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം ഉടൻ പുറത്തിറക്കും. BCCI സെക്രട്ടറി ജയ്ഷായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂണിൽ ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ കോച്ചിനെ നിയമിക്കാൻ ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, ക്രിക്കറ്റ് പ്രേമികൾക്ക് ആകാംക്ഷ കൂടിയാണ് ഇനി ഈ ഒരു സാഹചര്യം എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, തീർച്ചയായും നേരത്തെ തന്നെ, അതായത് രാഹുൽ ദ്രാവിഡിൻ്റെ കാലാവധി കഴിഞ്ഞ ലോകകപ്പിന് മുൻപ് അവസാനിച്ചതാണ്. ലോകകപ്പ് മുന്നിൽ കണ്ടാണ് ദ്രാവിഡിൻ്റെ കാലാവധി നീട്ടിയത്. ഇപ്പോൾ അതിനുശേഷവും പിന്നീടും പുതിയ കോച്ചിനെ തേടുന്ന കാര്യം അന്വേഷിച്ച സമയത്തും BCCI പറഞ്ഞത് T20 ലോകകപ്പ് കൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും അടുത്ത കോച്ചിനെ തിരയുക എന്നുള്ളതാണ്. എന്തായാലും T20 ലോകകപ്പ് ജൂണിൽ നടക്കുന്നുണ്ട്. ഈ T20 ലോകകപ്പിന് ശേഷമായിരിക്കും ഇന്ത്യൻ ടീമിന് പുതിയ ഒരു കോച്ചിനെ നിയമിക്കുക. ഇക്കാര്യത്തിലൊരു വ്യക്തത BCCI സെക്രട്ടറി ജയ്ഷാ തന്നെ വരുത്തിയിട്ടുണ്ട്. കായിക മാധ്യമമായ ക്രിക്ബസിന് നൽകിയ അവരുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ജയ്ഷാ പറഞ്ഞത് പുതിയ കോച്ചിനെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഉടൻ തന്നെ പുറത്തിറക്കും. അത് കോച്ചിനെ ഈ ഒരു 2020 ലോകകപ്പ് കഴിയുമ്പോൾ തന്നെ നിയമിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ ജയ്ഷാ പറഞ്ഞ മറ്റൊരു കാര്യം, വേണമെങ്കിൽ രാഹുൽ ദ്രാവിഡിനും പുതിയ കോച്ചിനെ ക്ഷണിക്കുന്ന സമയത്ത് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യവും ജയ്ഷാ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യമുള്ളത്, വിദേശ കോച്ചിനെ പരിഗണിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കുന്നില്ല. അക്കാര്യം ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നും ജയ്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഉള്ളത്, ഈ ഒരു അഭിമുഖത്തിൽ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിൽ ജയ്ഷാ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം IPL ഇമ്പാക്റ്റ് പ്ലെയർ റൂളിനെ പറ്റിയാണ്. അതിനെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ടെന്നും ജയ്ഷാ പറഞ്ഞു വെക്കുന്നു. ഇതോടൊപ്പം ഹർദിക് പാണ്ഡ്യ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള പ്രതികരണവും ജയ്ഷാ നടത്തിയിട്ടുണ്ട്. എന്തായാലും പുതിയൊരു കോച്ച് ഇന്ത്യക്ക് ഈ ഒരു 2020 ലോകകപ്പ് കഴിയുന്നതോടുകൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ജയ്ഷാ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ലക്ഷ്മി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.